നമസ്കാരം. ISRO അതിൻ്റെ റീലോഞ്ച് വെഹിക്കിൾ സാങ്കേതിക പ്രദർശനങ്ങൾ ട്രയൽ വഴി പൂർത്തിയാക്കി എന്ന വാർത്തയാണ് ISRO തന്നെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം 2024 ജൂൺ 23 പുനരുപയോഗിക്കാവുന്ന ലോഞ്ച് വെഹിക്കിൾ ലാൻഡിംഗ് പരീക്ഷണത്തിൽ തുടർച്ചയായ മൂന്നാം വിജയം നേടിയിരിക്കുന്നു. ലാൻഡിംഗ് പരീക്ഷണ പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും പരീക്ഷണം നടന്നത് ഇന്ന് രാവിലെ 7:10 കർണാടകയിലെ ചിത്രദുർഗയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ്. ആദ്യത്തെ 2 പരീക്ഷണ ദൗത്യങ്ങളുടെ വിജയത്തെ തുടർന്ന് മൂന്നാമത്തെ പരീക്ഷണം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ റിലീസ് സാഹചര്യങ്ങളിൽ റീലോഞ്ച്ഡ് വെഹിക്കിളിൻ്റെ സ്വയംഭരണ ലാൻഡിംഗ് ശേഷി വീണ്ടും പ്രദർശിപ്പിച്ചു. കഠിനമായ കാറ്റിൻ്റെ അവസ്ഥയിൽ പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന ചിറകുള്ള വാഹനം ഇന്ത്യൻ വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് 4.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പുറത്തിറക്കി. റൺവേയിൽ നിന്ന് 4.5 കിലോമീറ്റർ അകലെയുള്ള ഒരു റിലീസ് പോയിന്റിൽ നിന്ന് പുഷ്പക് സ്വയം ക്രോസ് റേഞ്ച് തിരുത്തൽ തന്ത്രങ്ങൾ നടപ്പിലാക്കി റൺവേക്ക് സമീപമെത്തി. റൺവേ സെൻട്രൽ ലൈനിൽ കൃത്യമായി ലാൻഡിംഗ് നടത്തി. ഈ വാഹനത്തിൻ്റെ ലിഫ്റ്റ് ടു ഡ്രാഗ് അനുപാതം കുറഞ്ഞ എയറോ ഡൈനാമിക് കോൺഫിഗറേഷൻ കാരണം ലാൻഡിംഗ് വേഗത 320 കിലോമീറ്റർ കവിഞ്ഞു. വാണിജ്യ വിമാനത്തിന് 260 കിലോമീറ്ററും സാധാരണ യുദ്ധവിമാനത്തിന് 280 കിലോമീറ്ററുമാണ് വേഗത. ടച്ച് ഡൗണിന് ശേഷം ബ്രേക്ക് പാരച്യൂട്ട് ഉപയോഗിച്ച് വാഹനത്തിൻ്റെ വേഗത മണിക്കൂറിൽ 100 കിലോമീറ്ററായി കുറച്ചു. അതിനുശേഷം ലാൻഡിംഗ് ഗിയർ ബ്രേക്കുകൾ റൺവേയിൽ വേഗത കുറയ്ക്കുന്നതിനും നിർത്തുന്നതിനും ഉപയോഗിച്ചു. ഈ ഗ്രൗണ്ട് റോൾ ഘട്ടത്തിൽ റൺവേയിൽ സുസ്ഥിരവും കൃത്യവുമായി ഗ്രൗണ്ട് റോൾ സ്വയം നിയന്ത്രിക്കുന്നതിന് പുഷ്പക് അതിൻ്റെ നോസ്വീൽ സ്റ്റിയറിംഗ് സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പുനരുപയോഗിക്കാവുന്ന ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും നിർണായകമായ സാങ്കേതിക വിദ്യകൾ നേടുന്നതിൽ ISROയുടെ വൈദഗ്ധ്യം വീണ്ടും ഉറപ്പിച്ചു. ഒന്നിലധികം ഫ്ലൈറ്റ് സംവിധാനങ്ങൾ പുനരുപയോഗിക്കുന്നതിനുള്ള ISROയുടെ രൂപകൽപ്പനയുടെ കഴിവിൻ്റെ കരുത്ത് തെളിയിക്കുന്ന രണ്ടാമത്തെ പരീക്ഷണ ദൗത്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും കൂടാതെ ചിറകുകളുടെ ഘടനയും വിമാന സംവിധാനങ്ങളും മൂന്നാമത്തെ ദൗത്യത്തിൽ വീണ്ടും ഉപയോഗിച്ചത് ശ്രദ്ധേയമാണ്. ഈ ദൗത്യം ബഹിരാകാശത്ത് നിന്ന് മടങ്ങുന്ന വാഹനത്തിനായുള്ള സമീപനവും ലാൻഡിംഗ് ഇൻ്റർഫേസും അതിവേഗ ലാൻഡിംഗ് അവസ്ഥകളും അനുകരിക്കുന്നുണ്ട്. ഇത് പുനരുപയോഗിക്കാവുന്ന ലോഞ്ച് വെഹിക്കിൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും നിർണായക സാങ്കേതിക വിദ്യകൾ നേടുന്നതിൽ ISROയുടെ വൈദഗ്ധ്യം വീണ്ടും ഉറപ്പിക്കും. ഇത്തരം സങ്കീർണമായ ദൗത്യങ്ങളിൽ വിജയക്കൊടി പാറിക്കുന്നതിൽ ടീമിൻ്റെ ശ്രമങ്ങൾക്ക് ISRO ചെയർമാൻ S. സോമനാഥ് അഭിനന്ദനം അറിയിച്ചു. ഈ സ്ഥിരതയുള്ള വിജയം ഭാവിയിലെ ദൗത്യങ്ങൾക്ക് ആവശ്യമായ നിർണായക സാങ്കേതിക വിദ്യകളിൽ ISROയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്ന് VSSC ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ ഊന്നിപ്പറഞ്ഞു. J. മുത്തുപാണ്ഡ്യൻ മിഷൻ ഡയറക്ടറും B. കാർത്തിക്കാണ് ഈ വിജയകരമായ ദൗത്യത്തിൻ്റെ വെഹിക്കിൾ ഡയറക്ടറും. അങ്ങനെ നമ്മുടെ ഭാരതം എല്ലാ മേഖലയിലും മുന്നേറുകയാണ്. ജയ് ഹിന്ദ്.